സീക്രട്ട് ടു സക്സസ്, വിജയത്തിൻ്റെ രഹസ്യം. രാവിലെ തോറും എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു നല്ല ദൂത് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ ദാറ്റ് വിൽ റിയലി അപ്ലിഫ്റ്റ് us. അതായത് നമ്മളിങ്ങനെ പല ചിന്തകളിലിരിക്കുന്നിടത്തുനിന്ന് നമ്മളിങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് അത് നിർത്തിയേച്ച് ഇങ്ങോട്ട് കടന്നു പോയെന്ന് വിളിച്ച് പറയുന്ന പോലെയാണ്. അപ്പം നമ്മൾ രാവിലെ തോറും കർത്താവിൻ്റെ വചനം കേൾക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമാണ്. കാരണം രാത്രി കാലത്ത് കിടന്നപ്പം നല്ല വിത്തിൻ്റെ കൂടെ അഴുക്ക് വിത്തും അവൻ ഇട്ടേച്ച് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നേരം വെളുക്കുമ്പോൾ നമ്മളിട്ട വിത്തിന് പകരം വേറെ അഴുക്ക് വിത്ത് കിളുക്കാൻ സാധ്യതയുള്ളിടത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് രാവിലെ തുടങ്ങുമ്പോൾ നമ്മൾ കർത്താവ് എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് നമ്മളെ തന്നെ ഒന്നും കൂടെ പഠിപ്പിക്കുകയാണ്. ഈ അവനവനെ പഠിപ്പിക്കുന്നതാണ് ഈ ലോകത്തിലേക്കും വലിയ പാടുള്ള ഒരു കാര്യം. അപ്പോൾ എന്നെ തന്നെ പഠിപ്പിക്കാനായിട്ടാണ് രാവിലെ വചനം പറയുന്നത്. നമ്മൾ സത്യവചനം കേൾക്കുമ്പോൾ സത്യത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് അത് പ്രവർത്തിക്കാതെ പോകത്തില്ല. എബ്രായലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. എബ്രായലേഖനം 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവാഴ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നു ആകുന്നു. അപ്പം വചനം, അത് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു വ്യക്തിയെ കിടത്തിയിട്ട് വേണ്ടാത്തെടുത്ത് കളയും, വേണ്ടത് സൂക്ഷിച്ചു വെക്കുന്നു പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്, നമ്മുടെ അന്തരാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജഡത്തിലുള്ള ശക്തിയെ മാറ്റിയിട്ട് ആത്മശക്തിയിലേക്ക് കയറണം. അപ്പോൾ ഈ എബ്രായലേഖനം 4:12 എന്നൊക്കെ പറയുമ്പം ജീവനും ചൈതന്യമുള്ള ഈ സൂചി പോലെ കടന്നു വരുന്നതായ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത് വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുമ്പം നമ്മൾ എവിടെയാണ് ഉറച്ചു നിൽക്കുന്നതെന്ന് ആദ്യമേ നമ്മൾ ഉറപ്പിക്കണം. ക്രിസ്തുവാകുന്ന മൂലക്കല്ല്, അതായത് ഞാൻ പണിയുന്ന ഭവനം ഒരിക്കലും നശിച്ചു പോകാത്ത ഭവനമായിരിക്കണം. ഏതായാലും നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ബന്ധപ്പെടുകയാണ്. എല്ലാവരും ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും നല്ല വഴിയിൽ നിന്നുകൊണ്ട് നല്ല വീട് പണിയുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമല്ലേ. അല്പ പ്രയാസം ഉണ്ടെങ്കിലും ഐ വിൽ ബിൽഡ് ഓൺലി ഹൗസ് വിച്ച് ഈസ് ഓൺ ദ റോക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവാകുന്ന പാറയിൽ. 1 പത്രോസിൻ്റെ 2:4 ഇങ്ങനെ പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പത്തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയാണ്. അപ്പോൾ തുടങ്ങിയത് മൂലക്കല്ലാവുന്ന ക്രിസ്തുവിലാണേ ഞാൻ പണിയുന്നത് എങ്കിൽ. നമ്മൾ നോക്കിയിട്ടുണ്ട്, ഈ വീട് പണിയാൻ നേരത്ത് മൂലക്കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചില അഴുക്ക് കല്ല് കൊണ്ടുവരികയാണെങ്കിൽ അതെടുത്ത് ദൂരെ കളയും. കാരണം ആ കല്ലുകൊണ്ട് അത് പണിയാൻ കൊള്ളത്തില്ല. അപ്പം വീണ്ടും നല്ല കല്ലെടുത്ത് വെക്കും. എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളൊരു തീരുമാനമെടുക്കുകയാണ്, ഇന്ന് ഞാൻ പണിയുന്ന എൻ്റെ മൂലക്കല്ലാവുന്ന ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ഞാൻ വീട് പണിയുകയാണ്. അപ്പോൾ ഈ വീട് പണിത് കഴിയുമ്പോഴത്തെ ആ മനോഹരത്വം എൻ്റെ ഹൃദയത്തിൽ കണ്ടിട്ടാണ് ഞാൻ പണിയുന്നത്. ഇത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഭവനത്തെയാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധമായിട്ടും കാണിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 8:14-15 റോമർക്ക് എഴുതിയ ലേഖനം 8:14-15 ഏത് വചനം പറയുമ്പോഴും ഞാനെ കൊണ്ട് ദൈവം നിർബന്ധമായിട്ട് പറയിപ്പിക്കുന്ന ഒരു വചനമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8:14-15. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് അറിയണം. അതായത് ഈ ദാസ്യരൂപം എടുത്ത് സ്ലേവായിട്ട് അടിമയായിട്ട് ജീവിച്ച നമുക്ക് എത്ര പണം ഉണ്ടെങ്കിലും എത്ര പണം ഇല്ലേലും അടിമത്വത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ പുത്രത്വത്തെ അറിഞ്ഞുകൂടാ. അത് എത്ര പഠിപ്പിച്ചാലും നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പാടാണ്. അത് ഒന്നുകിൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രത്വത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ വിനയം അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി വന്നില്ലെങ്കിൽ അത് അഹങ്കാരമായിട്ട് തോന്നിക്കും. അപ്പം നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്, സാവേ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിൻ്റെ മകൻ എന്നുള്ള പദവിയിൽ എന്നെ ഉറപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് ദൈവശിക്ഷണത്തിൽ വളർത്തിയ ഒരു മകനാണെങ്കിൽ ഹി നോസ് ഹൗ ടു ബിഹേവ്, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് സ്ത്രീയോ പുരുഷനോ ആരാണെങ്കിലും അത് വ്യക്തമായിട്ട് അറിയും. അവരുടെ ആ പക്വത എന്നൊക്കെ പറഞ്ഞാൽ അനുഭവങ്ങളുടെയും അപ്പനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടുപ്പത്തിൽ അവരിലൊരു വ്യത്യാസം കാണുന്നതാണ്. എബ്രായലേഖനം 8:14-15 വായിക്കുകയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും
ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. എന്താണ്? വളരെ സിമ്പിളല്ലേ? ദൈവാത്മാവും ആത്മാവുണ്ട് താനും, ആത്മാവകത്തുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും അറിയുമ്പോൾ തീർത്തും ക്രിസ്തു വരുമ്പോൾ എന്നിൽ ആത്മാവുണ്ട്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്താണ്? ദാസ്യത്തിൻ്റെ ആത്മാവല്ലെന്ന്. എന്തുകൊണ്ടാണ് ഈ ദാസ്യ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് ചോദിച്ചാൽ, പുത്രത്വത്തിലേക്ക് വരണമെങ്കിൽ ആത്മാവ് ജീവിക്കണം. ആത്മാവ് ജീവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഭക്ഷണം കൊടുക്കണം. ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് വചനമാണ്. നല്ല ഉറപ്പായിട്ട് വചനമായിട്ട്. ലോകത്തിലുള്ള സകലതും മാറും, പക്ഷെ മാറാത്ത ഒന്നുണ്ട്, ഒരിക്കലും മാറാത്തത് ദൈവവചനം. നമ്മൾ ഒരു പാട്ടില്ലേ, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിന് അവകാശം, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിന് അവകാശം, അബപിതാവേ അബപിതാവേ. അതായത് അടിമത്വത്തിൻ്റെ ഈ നൂക്കം എൻ്റെ പുറത്തുനിന്ന് ഈ ദിനംപ്രതി മാറ്റിക്കളഞ്ഞില്ല എങ്കിൽ അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും ഒരു ദുഷ്ടൻ വന്ന് നമ്മുടെ മുമ്പിൽ നമുക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചപ്പം ഒരാൾ വന്ന് നമ്മുടെ പുറകെ വന്ന് ഇടിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ നമ്മളെ നോക്കിയ രീതി ശരിയല്ലെന്ന് എന്തെങ്കിലും ഒന്ന് തെറ്റി വീണെന്നിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഉൾബലം പോകരുത്. ആ ഉൾബലം പോകാതെ ഉറച്ച് നിൽക്കാൻ, അതുകൊണ്ട് രണ്ടുപേരെ വിധം ക്രിസ്തു പോലും സുവിശേഷത്തിന് പറഞ്ഞു വിട്ടു. കാരണം ഭൂമിയിൽ ഫോളൻ വേൾഡാണ്. അതായത് പാപത്തിനടിമയായി നശിച്ചു കിടക്കുന്ന ഈ ഭൂമിയിൽ പിശാചിന് ഒരു പ്രഭുത്വം അല്ലെങ്കിൽ അധികാരം കൊടുത്തെടുത്തുനിന്ന് നമ്മളത് യുദ്ധം ചെയ്ത് തിരിച്ചെടുക്കാൻ പുത്രത്വത്തിൻ്റെ അവകാശത്തെ എനിക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ ചെയ്യേണ്ടതായ പ്രവൃത്തി വേറൊരാൾക്ക് ചെയ്യാനൊക്കത്തില്ല. ആ ഉറപ്പെനിക്ക് വരുമ്പോഴാണ് ഞാൻ നിൽക്കുന്നിടം എവിടാണെന്ന് എനിക്ക്, അവിടെയാണ് വിജയം. അതായത് ഈ തിരിച്ചറിവെന്ന് പറയും. ഞാൻ അപ്പോൾ ഞാൻ തിരിച്ചറിവ് കഴിയുമ്പോഴത്തേക്കാണ് എനിക്ക് സ്ഥിരതയുടെ ആത്മാവ്, കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് ഒരു ഉറപ്പുണ്ട് ഞാൻ ആരാണെന്നുള്ളത്. ആ ഒരു ഉറപ്പേലാണ് പിന്നെ എന്ത് വേണേലും പണിയാൻ. അത് മാറിപ്പോകാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത്. ആ ഉറപ്പെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അവിടെയാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിയും നിങ്ങൾ വള്ളികളുമാകുന്നു. എപ്പോഴാണ് നമ്മൾ ഈ മുന്തിരിയാകുന്ന ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയത് നമ്മൾ അറിയുന്നില്ല. ക്രമേണ അത് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടികളെ നോക്കുമ്പോൾ അറിയാം. ആദ്യമേ നല്ലതായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയെ അതിൻ്റെ മുകളിലത്തെ കമ്പ് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിറച്ച് പൂ ഉണ്ടായിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിയിലത്തെ കമ്പിൽ നിന്ന്, അതായത് നാട്ട് റോസിൻ്റെ അല്ലെങ്കിൽ റോസിൻ്റെ എടുക്കുകയാണെങ്കിൽ അടിയിൽ നിന്നൊരു വലിയ നാടൻ കമ്പ് പൊങ്ങി വരും. അതങ്ങനെ പൊങ്ങി വന്ന് പുഷ്ടി പിടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മേളത്തെ കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴാണ് ഈ ജഡം നമ്മളിൽ ശക്തി വെടിക്കുന്നത് നമ്മൾ അറിയത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിന് വളരെ നിർബന്ധമാണ്, എൻ്റെ മക്കൾ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നോട് കൂടെ നിന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് അന്നുള്ള പ്രവൃത്തികൾ എന്നിൽ കൂടെ അല്ലെങ്കിൽ ഞാനാകുന്ന പരിശുദ്ധാത്മാവിൽ കൂടെ പ്രവർത്തിച്ചാൽ അതൊരിക്കലും മാഞ്ഞു പോകത്തില്ല. അപ്പോൾ ഈ ഓരോ ദിവസവും വിജയത്തിൻ്റെ കൊടി. ഇപ്പം നമ്മൾ ഈ വിജയമെന്ന് പറയുമ്പോഴേ അത് സക്സസ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടാണ്. ഞാൻ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിച്ചെടുക്കും എന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് അത് ചെയ്തെടുക്കാനുള്ള ബലം വരുന്നത്. അത് ചെയ്തെടുത്താൽ എനിക്കും മറ്റുള്ളവർക്കും അത് പ്രയോജനമാകും, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അത് ഉപയോഗപ്രദമാണ് എന്നുള്ള ഉറപ്പ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒന്നാം കണ്ണിന്ന് പറയുന്നത് നമ്മളെ തന്നെ ശോധന ചെയ്യണം. എവിടെയാണ് ക്രിസ്തുവാകുന്ന മുന്തിരിയിൽ നിന്ന് ഞാൻ അല്പമെങ്കിലും ഡീവിയേറ്റ് പോയിട്ടുണ്ട്, വേണ്ടാത്ത കൊമ്പ് കിളുത്ത് വരുന്നു, അത് ആദ്യമേ ഒടിച്ചു കളയണം. ഈ രാവിലെ വചനം കേൾക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും വേറെ പല ചിന്തകൾ നമ്മുടെ രാവിലത്തെ സമയത്ത് വരുമ്പോൾ അതിനെ ഒടിച്ച് കളഞ്ഞില്ല എങ്കിൽ നമ്മൾ വൈകിട്ട് വരെ അത് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് കടന്നു വന്നിട്ട് ദൈവം പറയുന്നത്, ശോധന ചെയ്തതും വിലയേറിയതുമായ മൂലക്കല്ല്, അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുകയാണ്. 28:16. അപ്പം നമുക്കൊരു കല്ലിട്ട് തരുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ട്, അതായത് ദൈവമല്ലാതെ വേറെ ഒരുത്തരും നമ്മുടെ മുമ്പിൽ നിൽക്കരുത്. യെശയ്യാ 28:16 ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള
അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാനക്കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. വിശ്വസിക്കുന്നതിന് ധൃതി പിടിക്കേണ്ടെന്ന് നമ്മൾ പറയുന്ന അടിസ്ഥാനക്കല്ല്, മൂലക്കല്ല് ക്രിസ്തുവിലാണ് ഞാൻ ഇടുന്നത് എങ്കിൽ അത് സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനം, ഈ ഉറപ്പുള്ള ഈ ഒരു മൂലക്കല്ലായിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞത് യേശുവിനെ ആണെങ്കിൽ പിന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ദൈവമായിരിക്കും. പക്ഷേ എവ്രി ഡേ, ഓരോ ദിവസവും നമ്മുടെ ചിന്തകൾ മാറിപ്പോകുന്നതിനെ തിരിച്ചു കൊണ്ടുവരിക. ഇന്ന ദിവസം വീണ്ടും ഞാൻ നിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ലോർഡ്, ഐ സബ്മിറ്റ്, സറണ്ടർ മൈസെൽഫ് ടു യു. എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. വള്ളിയാകുന്ന എന്നെ വീണ്ടും മുന്തിരിയാകുന്ന നിൻ്റെ ആ ബലമുള്ള ആ ദൈവത്തിൻ്റെ ആ സ്റ്റെമ്മിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ തായ് വേരിലേക്ക് തന്നെ എന്നെ ഉറപ്പിച്ച് നിർത്തി വീണ്ടും എന്നെ ഫലപ്രദമായ, ഇന്ന ദിവസം ഫലപ്രദമായ ഒരു മുന്തിരിയാക്കി മാറ്റി നിറച്ച് ഫലമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാക്കി നീ മാറ്റിയിരിക്കുന്നതിന് നന്ദി പറയാം. എന്നിട്ട് പറയുന്നുണ്ട് യോഹന്നാൻ്റെ 15:5 പറയുന്നത്, ഞാൻ മുന്തിരി, നിങ്ങൾ വള്ളികളുമാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് യേശു പറയുന്നു എങ്കിൽ അബ്സല്യൂട്ട് ട്രൂത്താണ്. ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പിക്കാൻ ഇതൊക്കെ ഓരോ അടിസ്ഥാന കല്ലുകളാണ് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിൽക്കുമ്പം സത്യം പറഞ്ഞാൽ ഭാഗ്യം എന്നെ പ്രവർത്തിപ്പിക്കുന്നതും ആനുകൂല്യം തരുന്നതും സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നതും എല്ലാം യേശുവാണ്. പക്ഷേ ഈ മുന്തിരിയിൽ നിന്ന് വരുന്ന ജീവനായിരിക്കണം, സത്തയായിരിക്കണം നമുക്ക് ജീവൻ പകരുന്നത്. അത് ഒരിക്കലും മാറില്ല. അപ്പോൾ ഒരു കണ്ണി നമ്മളിൽ, ഈ വിജയത്തിൻ്റെ ഒരു കണ്ണി ഞാൻ പറഞ്ഞത്, അടിസ്ഥാനക്കല്ലാന്ന് ക്രിസ്തുവിൽ ഉറച്ച് നിൽക്കുക. വചനം കൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അടിസ്ഥാനക്കല്ലാന്ന് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തെ തന്ന് അടിമത്വത്തിനെ അടിച്ചു മാറ്റിയ ദൈവം ഇനി എന്താണ് ചെയ്യേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ അറിയാവുന്നവർ, ഉറപ്പുള്ളവർ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. വചനം കേൾക്കാതെ എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? വിശ്വാസമോ വചനം കേൾക്കുമ്പോഴാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന നല്ല വിത്തുകൾ അത് മനോഹരമായിട്ട് കിളുത്ത് ജീവവൃക്ഷമാക്കി മാറ്റുന്ന ജോലി നിൻ്റേതാണ്. ഞങ്ങളെ വേലി കെട്ടി പ്രാർത്ഥിക്കുക പിശ. തലമുറകളുടെ മേലെ, ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ സാഹചര്യത്തിന്മേൽ നിൻ്റെ ആത്മാവല്ലാതെ വേറെ ഒരു ശക്തികൾ കടന്നു വരില്ല. ദൈവദൂത ഗണങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും നിർത്തിത്തരണം. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ, പോകുമ്പോഴേ, വരുമ്പോഴേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. കർത്താവേ, ദൈവദൂതന്മാർ ഞങ്ങളുടെ സേവകാത്മാക്കളാകയാൽ മക്കൾക്ക് വേണ്ടി സേവ ചെയ്യാൻ തന്നത്, രക്ഷിക്കപ്പെട്ട മക്കൾക്ക് സേവ ചെയ്യാൻ തന്നിരിക്കുന്ന ദൂതഗണങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തി കിഴക്കേ പടിഞ്ഞാറ് വടക്കേ തെക്കേ വേലി കെട്ടിക്കൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് മുൻപിൽ നിൽക്കണം. ശത്രുവകത്ത് കയറാതെ സൂക്ഷിക്കണമേ. നീ ഭവനം പണിയുന്ന നീയാണ് എങ്കിൽ കർത്താവേ, നീ അതിൻ്റെ മാസ്റ്റർ പ്ലാനറായിട്ട് നിന്ന് ഭംഗിയായിട്ട് വീട് പണിത് തീർക്കാൻ നീ വിശ്വസ്തൻ. അവിടുന്ന് തുടങ്ങിയത് പൂർത്തിയാക്കാൻ വിശ്വസ്തൻ. നിനക്ക് ഇതമില്ലാത്ത കല്ലുകൾ കൊണ്ടുവരുന്ന എല്ലായിടത്തും ദൂരെ കളയണേ അപ്പിച്ച. അങ്ങനെ നിന്നിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് മനോഹരമായൊരു ഭവനം പണിയാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നതും, ഇത് കാറ്റും കോളും അതുപോലെ വെള്ളവും തീയൊന്നും വന്ന് നശിച്ചു പോകുന്ന ഭവനം അല്ല അപ്പിച്ച. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഭവനം പണിയാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തെ ഉറപ്പിച്ചു തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.